ഹലോ ഗൈസ്, വെൽക്കം മക്കളെ, വെൽക്കം ബാക്ക് ടു ആർ കെ ക്ലാസ്സസ്. അഞ്ജിത് സാർ ആണ്, ബയോളജി ആണ്. സോ നമ്മുടെ ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ പാർട്സ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ വഴികളിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെ, നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗം പഠിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മക്കളെ എവിഡൻസ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ തെളിവുകൾ. 3 തെളിവുണ്ട്. മോളിക്കുലർ ബയോളജി ഉണ്ട്, അതേപോലെ തന്നെ തന്മാത്ര ജീവശാസ്ത്രം, അതേപോലെ തന്നെ കമ്പാരിറ്റീവ് അനാട്ടമി, ആന്തരഘടന താരതമ്യം ഉണ്ട്, ആൻഡ് ഫോസിൽ എവിഡൻസ് ഉണ്ട്. സോ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. ഏറ്റവും ആദ്യം മോളിക്കുലർ ബയോളജി. മോളിക്കുലർ ബയോളജി പറഞ്ഞ കാര്യം വളരെ സിമ്പിൾ ആണ്. ജീവികൾ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്: കമ്പയറിംഗ് ദി സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. DNAയിലെ ന്യൂക്ലിയോടൈഡ്സിന്റെ സീക്വൻസിനെ കമ്പയർ ചെയ്യാം. ന്യൂക്ലിയോടൈഡ് എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോട്ടീനിലെ അമിനോ ആസിഡ്സിന്റെ സീക്വൻസ് കമ്പയർ ചെയ്യാം. ഓക്കെ, അതായത് ന്യൂക്ലിയോടൈഡിന്റെ DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം എന്ത് ചെയ്യാം? ഒന്നുകിൽ താരതമ്യം ചെയ്യാം, അതല്ലെങ്കിൽ പ്രോട്ടീനിലെ അമിനോ ആസിഡിന്റെ ക്രമീകരണം താരതമ്യം ചെയ്യാം. ഓക്കെ, ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ചില ജീവികളിലെ ബ്ലഡിലെ ഹീമോഗ്ലോബിനില് ഗ്ലോബിൻ എന്ന പ്രോട്ടീൻ ഉണ്ട് അല്ലെ. അതായത് നമ്മുടെയൊക്കെ ബ്ലഡില് ഹീമോഗ്ലോബിൻ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന ഹീമോഗ്ലോബിൻ ആണ്. സോ ആ ഹീമോഗ്ലോബിനില് ഗ്ലോബിൻ എന്ന പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, ആ പ്രോട്ടീനിലെ ബീറ്റാ ചെയിനിലെ അമിനോ ആസിഡിന്റെ എണ്ണം കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ എന്താ സംഭവിച്ചത്? രക്തത്തിലെ ബ്ലഡിലെ ഹീമോഗ്ലോബിനിലെ ഗ്ലോബിൻ എന്ന പ്രോട്ടീനിലെ ബീറ്റാ ചെയിനിലെ അമിനോ ആസിഡിന്റെ എണ്ണം കമ്പയർ ചെയ്തിരിക്കുകയാണ്. ആരുടെ? മനുഷ്യന്മാരുടെയും മറ്റു ചില മൃഗങ്ങളുടെയും. ഓക്കെ, ആരൊക്കെയാ മറ്റു ചില മൃഗങ്ങൾ? നോക്കൂ, ആരൊക്കെയാണ്? ചിമ്പാൻസി ഉണ്ട്, ഗൊറില്ലയുണ്ട്, റാറ്റ് ഉണ്ട്. ഓക്കെ, സോ നമ്മളുടെയും ചിമ്പാൻസിന്റെയും ഹീമോഗ്ലോബിനിലെ ഗ്ലോബിൻ എന്ന പ്രോട്ടീനിലെ ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡ് എണ്ണം കമ്പയർ ചെയ്തപ്പോൾ അതിൽ വ്യത്യാസമില്ല. ഈക്വൽ നമ്പർ ഓഫ് അമിനോ ആസിഡ് ആണ്, വ്യത്യാസമില്ല. എന്ന ഡിഫറൻസ് ഈസ് 0. ഗൊറില്ലയുമായി കമ്പയർ ചെയ്തപ്പോൾ ഓൺലി 1 അമിനോ ആസിഡ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. റാറ്റുമായി കമ്പയർ ചെയ്തപ്പോൾ 31 അമിനോ ആസിഡ് വ്യത്യാസമുണ്ട്. ഓക്കെ, ചിമ്പാൻസി കമ്പയർ ചെയ്തപ്പോൾ, ചിമ്പാൻസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 0 വ്യത്യാസം, ഗൊറില്ലയായി താരതമ്യം ചെയ്തപ്പോൾ 1 വ്യത്യാസം, ആൻഡ് എലിയുമായി താരതമ്യം ചെയ്തപ്പോൾ 31 അമിനോ ആസിഡ് വ്യത്യാസം. ഇതെന്താ കാണിച്ചിരുന്നത്? സോ ഇത് കാണിച്ചിരുന്ന കാര്യത്തിലാണ് നമ്മളും ചിമ്പാൻസ് തമ്മിൽ അത്രയും എവല്യൂഷൻ പരമായിട്ടുള്ള എന്തുണ്ട്? അടുപ്പമുണ്ട്. നമ്മളുമായിട്ട് ഏകദേശം 98% അവർ സിമിലർ ആണ്. നമ്മളും ഗൊറില്ല തമ്മിൽ വളരെ അടുപ്പമുണ്ട്. എന്നാൽ ചിമ്പാൻസിന്റെ അത്ര ഇല്ല, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്നാൽ നമ്മളും റാറ്റും നമ്മൾ എലിയും തമ്മിൽ അത്രയ്ക്ക് അടുപ്പമുണ്ടോ? 31 അമിനോ ആസിഡ് ഡിഫറൻസ് ഉണ്ട്. സോ അത്രയ്ക്ക് വലിയ അടുപ്പമൊന്നുമില്ല അല്ലേ. സോ നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പം ഹ്യൂമൻസ് ഹാവ് എ വെരി ക്ലോസ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് വിത്ത് ഗൊറില്ല അല്ലെ ചിമ്പാൻസി. ഈ വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാം, നമുക്ക് ഈ പറഞ്ഞ അക്കോർഡിംഗ് ടു മോളിക്കുലർ ബയോളജി, തന്മാത്ര ജീവശാസ്ത്ര പ്രകാരം എന്താണ്, നമ്മൾ അമിനോ ആസിഡിന്റെ അറേഞ്ച്മെന്റ് കമ്പയർ ആക്കിയപ്പോൾ എന്തില്ല, വലിയ ഡിഫറൻസ് ഇല്ല. ആ രീതിയിലാണ് നമുക്ക് എഴുതേണ്ടി വരും കേട്ടോ. കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്താണ് കമ്പാരിറ്റീവ് അനാട്ടമി. നോക്കിയേ, ഫിഗറിലേക്ക് നോക്കൂ. 4 പേരെ ചിത്രം കൊടുത്തിട്ട് അതിൽ ഒന്നാമത്തെ ഒരു മനുഷ്യന്റെ കൈയാണ് അല്ലെ, നമ്മളുടെയൊക്കെ കൈയാണ്. 2 ഒരു പൂച്ചന്റെ മുൻകാല്. 3 ഒരു വെയിലിന്റെ ഫ്ലിപ്പർ. വെയിൽ എന്ന തിമിംഗലത്തിന്റെ ഫ്ലിപ്പർ എന്ന് പറഞ്ഞാൽ തുഴയാൻ ഉപയോഗിക്കുന്ന മുൻകൈകൾ. ആൻഡ് ബാറ്റ് എന്ന് പറഞ്ഞാൽ വവ്വാലാണ്, വവ്വാലിന്റെ ചിറക്. 4 തരം ജീവികൾ. എന്നാൽ ഈ 4 തരം ജീവികളുടെ മുൻകൈകൾ പരിശോധിക്കുമ്പോൾ 4 ഫങ്ഷൻസ് ആണ് അല്ലെ. 4 ആൾക്കും 4 തരത്തിലുള്ള ഫങ്ഷൻസ് ആണ്. ഒരാൾ ഇപ്പൊ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. പൂച്ചകൾ നടക്കാൻ വേണ്ടി, ഓടാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. വെയിൽസ് നീന്താൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ആൻഡ് ബാറ്റ് പറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. 4 പേർക്കും 4 ഫങ്ഷൻസുമാണ്. ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചർ ഇസ് ഓൾസോ ഡിഫറെന്റ് അല്ലെ. 4 പേരുടെ ധർമ്മവും വ്യത്യാസമാണ്, ബാഹ്യ ഘടന വ്യത്യാസമാണ്. എന്നാൽ ഈ 4 പേരുടെയും ആന്തരഘടന അനാട്ടമി, ആന്തരഘടന താരതമ്യം ചെയ്തപ്പോൾ അതിൽ സാമ്യതയുണ്ട്. അതിൽ എന്തുണ്ട്? ഒരു സിമിലാരിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കാം? അത് സൂചിപ്പിക്കുന്ന കാര്യം, ഈ 4 പേരും
ഈ 4 പേർക്കും ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടായിക്കൂടെ? ഒരു കോമൺ ആൻസസ്റ്റർ, ഈ 4 പേർക്കും ഒരു കോമൺ ആൻസർ ഉണ്ടായത് കൊണ്ടായിരിക്കില്ലേ 4 പേരെയും ഇന്റേണൽ സ്ട്രക്ചർ ഒരേപോലെ ആയി വന്നത്? അതാണ് പറയുന്ന കാര്യം. നോക്കൂ, ദി ബോൺസ് ഓഫ് ദി ഫോർ ലിംസ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് കാറ്റ്സ്, flippers of the whales and the wings of the bats are similar, but these organs differ in their external structure and function. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മക്കളെ, പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾ കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഈ 4 പേർക്കും സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടെങ്കിൽ they might have a common ancestor, അവർക്കൊരു കോമൺ, അതൊരു പൊതു പൂർവികൻ ഉണ്ടായിരുന്നേക്കാം. അതാണ് കമ്പാരിറ്റീവ് അനാട്ടമി പറയുന്ന കാര്യം. ആൻഡ് മൂന്നാമത്തെ എവിഡൻസ് ആണ് ഫോസിൽ എവിഡൻസ്, ഫോസിൽ തെളിവ്. ഫോസിലിനെ പറ്റി 3 പോയിന്റ് 3 എക്സാമ്പിൾ പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാണ്, ഓർഗാനിക് എവല്യൂഷൻ ഈസ് എ ഗ്രാജുവൽ പ്രോസസ്. ഓർഗാനിക് എവല്യൂഷൻ ഈസ് എ ഗ്രാജുവൽ പ്രോസസ്. ജീവപരിണാമം ഒരു ക്രമാനുഗത പ്രക്രിയയാണ് മക്കളെ. ശ്രദ്ധിക്കൂ, എന്താണ് ക്രമാനുഗത പ്രക്രിയ ഓർ ഗ്രാജുവൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണോ? ഒരു ജീവി ഇന്നൊരു രൂപത്തിലും രാവിലെ ആയപ്പോൾ അല്ല വൈകുന്നേരം ആയപ്പോൾ വേറെ രൂപത്തിലാവുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു വർഷം സംഭവിക്കുന്നുണ്ടോ? 10 വർഷം സംഭവിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല, അല്ലെ? വളരെ കാലമെടുത്ത്, വളരെ സമയമെടുത്ത് പതുക്കെ 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 സംഭവിച്ച കാര്യമാണെന്ത്? എവല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓർഗാനിക് എവല്യൂഷൻ ഈസ് എ ഗ്രാജുവൽ പ്രോസസ്. നമ്മളുടെ പരിണാമം ഒരു ക്രമാനുഗത പ്രക്രിയയാണ്. എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്ന കാര്യം, പണ്ടത്തെ കുതിരകൾ, അതായത് കുതിരകളുടെ പൂർവികർക്ക് ഷോർട്ട് ലെഗ് ആണ്. എന്തോ കുതിരകളുടെ പൂർവികരുടെ കാലുകൾ ഇന്നത്തെ കുതിരകളുടേക്കാൾ ചെറുതായിരുന്നു. ഇപ്പോഴത്തെ കുതിരയേക്കാൾ വളരെ ചെറിയ കാലാണ് അന്നുണ്ടായിരുന്നത്. ഓക്കെ. രണ്ടാമത്തേതാണ്, ചില ഫോസിൽസ് കണക്റ്റിംഗ് ലിങ്ക് ആണ്. കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? കണക്ട് ചെയ്യുന്ന ലിങ്ക് ആണ്, കണക്റ്റിംഗ് ലിങ്ക് ആണ്. ഫോസിൽസ് വിച്ച് ആർ കണക്റ്റിംഗ് ലിങ്ക്സ് റിവീൽസ് ദി എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം. ജീവികൾ തമ്മിലുള്ള എവല്യൂഷൻ പരമായിട്ടുള്ള ബന്ധം കാണിച്ചിരും, പരിണാമപരമായ ബന്ധം കാണിച്ചിരുന്നു. എക്സാമ്പിൾ ആർക്കിയോപ്റ്റെറക്സ് ആണ് പറയുന്നത്. നോക്കിയേ, ആർക്കിയോപ്റ്റെറക്സ് എന്ന് പറയുന്നത് ഈ ജീവിയുടെ ഫോസിൽ കിട്ടിയ സമയത്ത്, ഈ ജീവിക്ക് റെപ്റ്റൈൽസിന്റെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. റെപ്റ്റൈൽസിനെ പോലെയുള്ള, കണ്ടോ, റെപ്റ്റൈൽസിനെ പോലെയുള്ള വലിയ സ്കള്ള്, അതേപോലെ തന്നെ വാല് ആൻഡ് കാല്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. റെപ്റ്റൈൽസിന്റെ ബോഡി പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ദേ ഓൾസോ ഹാഡ് വിങ്സ്. അവരുടെ മുൻ കൈകൾ വിങ്സ് പോലെയാണ്. ഓക്കെ. സോ ആർക്കിയോപ്റ്റെറക്സ് ഹാഡ് ദി ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ആർക്കിയോപ്റ്റെറക്സിന് ഉരകങ്ങളുടെയും പക്ഷികളുടെയും സ്വഭാവം ഉണ്ടായിരുന്നു. അത് എന്താ കാണിച്ചിരുന്നത്? ശ്രദ്ധിക്കൂ, ഇതാണ് റെപ്റ്റൈൽസ് എന്ന് വിചാരിക്കുക. റെപ്റ്റൈൽസ്. ഓക്കെ. ഇത് ബേർഡ്സ് ആണ്, പക്ഷിയാണ്. അങ്ങനെയാണെങ്കിൽ റെപ്റ്റൈൽസിൽ നിന്ന് കാലക്രമേണ മാറ്റം വന്ന് ബേർഡ്സ് ആവുന്നതിന്റെ ഇടയിലെ ഒരു സ്റ്റേജ് ആയിരിക്കില്ല ആർക്കിയോപ്റ്റെറക്സ്. റെപ്റ്റൈൽസ് ഇങ്ങനെ മാറി 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 ബേർഡ്സ് ആവുന്ന ഇടയിലായിരിക്കില്ല ആർക്കിയോപ്റ്റെറക്സ്. ആ ഇടയിലെ സ്റ്റേജ് ആയതുകൊണ്ടായിരിക്കില്ലേ അവർക്ക് റെപ്റ്റൈൽസിന്റെയും ബേർഡ്സിന്റെയും ഫീച്ചർ ഉണ്ടായിരുന്നത്. സോ റെപ്റ്റൈൽസിൽ നിന്നാണ് ബേർഡ്സ് ഉണ്ടായത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു? ആർക്കിയോപ്റ്റെറക്സിന് കിട്ടിയതുകൊണ്ടാണ്, അതിന്റെ ഫോസിൽ കിട്ടിയതുകൊണ്ടാണ്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കണക്റ്റിംഗ് ലിങ്ക്. കണ്ടോ, ആർക്കിയോപ്റ്റെറക്സ് എന്ത് ചെയ്തു? ആർക്കിയോപ്റ്റെറക്സ് റെപ്റ്റൈൽസിനെയും ബേർഡ്സിനെയും കണക്ട് ചെയ്തു. സോ ദേ ആർ കോൾഡ് കണക്റ്റിംഗ് ലിങ്ക്. ഇടനില ഫോസിലുകൾ. ഇവർ എന്ത് ചെയ്തു? ജീവികൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം കാണിച്ചു തന്നു. ആൻഡ് the third point is, it is proven that many species have become extinct that were living on the earth in the past. ഭൂമിയിൽ മുമ്പ് ജീവിച്ചിരുന്ന നിരവധി ജീവികൾക്ക് വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ട്. നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ കുറേ കേട്ട കാര്യമാണ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേട്ടാണ് ഡയനോസേഴ്സ്. ഭൂമിയിൽ പണ്ടുണ്ടായിരുന്ന ഡയനോസേഴ്സ് ഒരു ഉൽക്ക വന്നു വീണ സമയത്ത് ഡയനോസേഴ്സ് ഒക്കെ നശിച്ചു പോയി, വംശനാശം സംഭവിച്ചു പോയി. മാമത്ത് അല്ലെ, അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഭൂമിയിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പം എന്തായി പോയിട്ടുണ്ട്? നശിച്ചു പോയിട്ടുണ്ട്. സോ ഇത്രയും കാര്യമാണ് മക്കളെ എവിഡൻസ് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പറയാനുള്ളത്. 3 എവിഡൻസ് ഉണ്ടായിരുന്നു. മോളിക്കുലർ ബയോളജി, തന്മാത്രാ ജീവശാസ്ത്രമാണ്. അതേപോലെ കമ്പാരിറ്റീവ് അനാട്ടമി, ആന്തരഘടനയിലെ താരതമ്യം, ആൻഡ് ഫോസിൽ പഠനങ്ങൾ. 3 വൃത്തിയായിട്ട് പഠിച്ചു കേട്ടോ. സോ മക്കളെ, അടുത്തൊരു കിടിലൻ ടോപ്പിക്കായിട്ട് സാർ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ സൈനിങ് ഓഫ് ഫ്രം അഞ്ജിത് സാർ.